3 ചോദ്യം കോംപ്ലിക്കേറ്റഡായിട്ട് ഒരുമിച്ച് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ 3 ഘടകമുണ്ട്. ഒന്ന്, സ്പീക്കർക്ക് ഏത് മന്ത്രിയെയും വിളിച്ചു വരുത്താൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നതാ. അത് ഞാൻ സ്പീക്കർ ആയതുകൊണ്ടോ മറ്റാരെങ്കിലും സ്പീക്കർ അല്ലാത്തത് കൊണ്ടോ അല്ല. ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗം വിശദീകരണമായി പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആരും അങ്ങനെ റെസിസ്റ്റ് ചെയ്യാറുമില്ല. അതെല്ലാം ഭംഗിയായി പോയിട്ടുമുണ്ട്. അത് കൃത്യമായിട്ട് വയ്ക്കോട്ടെ. അത് ഞാനതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. ആ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ വളരെ ദുഃഖമുള്ള ഒരാളാണ് ഞാൻ. ആ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ വരെ പലവട്ടം പോകേണ്ടി വന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് അനുകൂലമായ ഒരു മറുപടി കൊടുത്തില്ല. മറുപടി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവസാനം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകും എന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ഹൈക്കോടതിയുടെ കണ്ടെത്തലിന് ഇവിടെ പരിപാലിക്കുന്നില്ല എന്നൊരു നില വന്നു കഴിഞ്ഞപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണല്ലോ സ്വാഭാവികമായ സീക്വൻസ്, അതിലേക്ക് എത്തും എന്ന് കണ്ടപ്പോഴാണ് എന്തു ചെയ്തു, ഞങ്ങളിത് നയം തന്നെ മാറിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അങ്ങനെ എന്തൊരു നയം മാറുക? നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ ഒരു ടിക്കറ്റ് എടുത്ത് KSRTC ബസ്സിൽ കയറി, കാശും കൊടുത്തു, നമ്മൾ യാത്ര തുടങ്ങി. ചെങ്ങന്നൂർ എന്നപ്പോൾ പറയാം ഞങ്ങളുടെ നയം മാറി എന്ന് പറഞ്ഞ് ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ എന്തു ചെയ്യും? അപ്പോൾ അങ്ങനെ നയമൊന്നും മാറാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് എനിക്ക് കിട്ടിയ വോട്ടിൻ്റെ റേറ്റിംഗ് നോക്കിയാൽ മതിയല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ 2021 കിട്ടിയ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 36,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. എനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എപ്പോഴേ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അത്രയും എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് എത്താൻ പറ്റിയില്ല. അതിനേക്കാൾ 5,000 വോട്ട് കുറച്ചാണ്. അതിൻ്റെ അർത്ഥം എന്താ? ജനങ്ങൾ ആഗ്രഹിച്ചത് ഇട്ട് വന്ന ഈ വികസന പ്രവർത്തനങ്ങൾ നടന്നേ മതിയാകൂ. അതിന് അവരുടേതായ അംഗീകാരത്തിൻ്റെ ഒരു ഗ്രീൻ സിഗ്നലാണ് അവരെനിക്ക് നൽകിയ വോട്ട് എന്ന് വിനയപൂർവ്വം ഓർക്കുന്നതാണ്. ഇത് ധിക്കാരപൂർവ്വമല്ല, വിനയപൂർവ്വം ഓർക്കുന്ന ഒരാളാണ് ഞാൻ.